നമസ്കാരം. അങ്ങനെ വീണ്ടും ഭാരത സൈന്യത്തിൻ്റെ സുവർണ സിന്ദൂര രുധിര താണ്ഡവം അരങ്ങേറിയിരിക്കുന്നു. 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിലെ സ്ത്രീകളുടെ അവരുടെ സിന്ദൂരം മാച്ച അക്രമകാരികളായിട്ടുള്ള തീവ്രവാദികളെ അവരുടെ കേന്ദ്രങ്ങളിൽ അവരുടെ മടയിൽ കയറി ആക്രമിച്ച് തിരിച്ച് ഭാരതത്തിൻ്റെ അഭിമാനം വീണ്ടും വാനോളം ഉയർത്തിയ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഭിമാനമായ സൈനികർ അവർ വീണ്ടും അവരുടെ ദേശീയ ബോധവും പ്രതിബദ്ധതയും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇത്തവണ ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിലാണ് ഈ മിഷൻ നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടേക്കുന്നത്? അതിനുത്തരമുണ്ട്. ഈ ശ്രീനഗറിലെ മഹാദേവ് മൗണ്ടൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു മലനിരകളുണ്ട്. അപ്പോൾ ഈ മൗണ്ട് മഹാദേവ് അവിടെ ആണ് ഇവരെല്ലാം ഒളിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മുടെ സൈന്യം അങ്ങോട്ട് നീങ്ങിയത്. അവിടുന്ന് 3 പേരെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. റിപ്പോർട്ടുകൾ വരുന്നേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വരും ദിവസങ്ങൾ നമുക്കറിയാം. എന്തായാലും ഇതിൽ മെയിനായിട്ട് 3 ഫോഴ്സസ് ആണ്, ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സസിൽ 3 വിങ്സ് ആണ് ഒരുമിച്ച് കൈകോർത്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഇന്ത്യൻ ആർമി, രണ്ടാമത്തെ ജമ്മു കാശ്മീർ പോലീസ്, പിന്നെ CRPF. ഇവരെല്ലാവരും കൂടി സംയുക്തമായിട്ടാണ് ഓപ്പറേഷൻ മഹാദേവ് 2025 ജൂലൈ 28 ഇന്ന് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നടന്നിരിക്കുന്നത് ഡച്ചിങ്ഹാം നാഷണൽ പാർക്കിലെ ലിഡ്വാര ഏരിയ. ഡച്ചിങ്ഹാം നാഷണൽ പാർക്കിലെ ലിഡ്വാര ഏരിയ അവിടെയാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അറിയാമല്ലോ, ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അവിടെ ടെററിസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടെന്നുള്ള രീതിയിലുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ കിട്ടി. മൂസ ഫൗജി അങ്ങനെ ഉൾപ്പെടെ 3 തീവ്രവാദികളെയാണ് ഇവിടെ കാലപുരിക്ക് അയച്ചേക്കുന്നത്. അതുപോലെ പറഞ്ഞിരിക്കുന്നത് അവിടെ ആട്ടിടയന്മാരുൾപ്പെടെയുള്ള സിവിലിയൻസ്, സാധാരണക്കാരുള്ള അവരുടെ ഇൻഫർമേഷൻസും നമ്മുടെ സൈന്യത്തിന് ഒരുപാട് ഉപകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും അവിടെ നമുക്കൊപ്പം നിന്ന് ജമ്മു കാശ്മീർ സിവിലിയൻസ്, അവിടുത്തെ തദ്ദേശീയര് ഒരുപാട് നമ്മുടെ ഭാരതത്തെ സ്നേഹിക്കുന്നുണ്ട്. അവരിൽ ഭൂരിപക്ഷ ആൾക്കാരും ഭാരതത്തോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അവരുടെ ഒരു അസിസ്റ്റൻസും കൂടി നന്നായിട്ടുണ്ടായിരുന്നു എന്ന് കുറച്ച് മുമ്പ് ന്യൂസിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മളിവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. അതിൻ്റെ 14 ദിവസത്തെ ചിട്ടയോടുകൂടിയുള്ള പ്ലാനിങ് അത് കൃത്യമായിട്ടുണ്ടായിരുന്നു. കാരണം വളരെ അപകടം പിടിച്ച ഒരു ദൗത്യമാണ്. എന്തെങ്കിലും ചെറിയൊരു പിഴവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാകുന്നത് ഒരുപാട് ധീരസൈനികരുടെ ജീവനും അതുപോലെ രക്തവുമാണ് നമുക്ക് നഷ്ടമാകുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആ പ്ലാനിങ്ങിൽ കുറച്ച് ഫിസിക്കലായിട്ട് നമുക്ക് എത്രത്തോളം മാനുവലായിട്ട് കാര്യങ്ങൾ ട്രേസ് ചെയ്യാൻ പറ്റുമോ അതും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോണിക് സർവൈലൻസ്, ഇലക്ട്രോണിക് ഹാക്കിംഗ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ സൈന്യം ഇവർ 3 പേരും നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസ് ഇതിന് മുൻകൈ എടുത്തിറങ്ങിയത്. ഇതിനിടയിൽ കീ പോയിൻ്റായിട്ട് കിട്ടിയത് ഒരു ചൈനീസ് ബാൻഡ് സാറ്റലൈറ്റ് ഫോൺ സിഗ്നൽ. ബാൻ ചെയ്തിരിക്കുന്ന ഒരു സാറ്റലൈറ്റ് ഫോണിൻ്റെ സിഗ്നല് നമ്മുടെ ഫോഴ്സസിന് ട്രേസ് ചെയ്ത് കിട്ടുന്നുണ്ടായി. ആ ട്രേസ് ചെയ്ത് കിട്ടിയ വിവരങ്ങളാണ് ഇത്രയും ശക്തമായൊരു തിരിച്ചടിക്ക് സ്ത്രീരത്നങ്ങളുടെ സിന്ദൂരം മാച്ച ആ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള ആക്ഷന് തുടക്കം കുറിക്കാൻ കാരണമായത്. 3 തീവ്രവാദികളെ പൂർണ്ണമായിട്ടും പഹൽഗാം അറ്റാക്കിൽ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി പങ്കെടുത്ത 3 തീവ്രവാദികളെ ഇന്ന് തീർത്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് സുലൈമാൻ ഷാ അല്ലെങ്കിൽ ഹാസിം മൂസ. ഇദ്ദേഹം ഫോർമർ പാകിസ്ഥാൻ ആർമി SSG കമാൻഡോ ആയിരുന്നു. സുലൈമാൻ ഷാ ഫോർമർ പാകിസ്ഥാൻ ആർമി SSG കമാൻഡോ, പിന്നീട് LIT ലഷ്കർ ഇ തൊയ്ബ തീവ്രവാദിയായിട്ട് മാറിയിട്ടുള്ള പാകിസ്ഥാനി ഫോർമർ കമാൻഡർ. അയാളെയാണ് മെയിനായിട്ട് ഇല്ലാതാക്കിയേക്കുന്നത്. ഈ രഹസ്യം കിട്ടിയ ഉടനെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസ് ആ സ്ഥലം കൃത്യമായിട്ട് വളഞ്ഞു. വളരെ പ്രിസൈസായിട്ട്, വളരെ തന്ത്രപരമായിട്ട് ഇത് വളഞ്ഞിട്ട് ഡച്ചിങ്ഹാം നാഷണൽ പാർക്കിലെ ആ ഒരു ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ സ്ഥലങ്ങളാണ്. അവിടേക്ക് നമുക്കറിയാമല്ലോ, എപ്പോഴും കാശ്മീർ ഏരിയയുടെ ഏറ്റവും വലിയ വെല്ലുവിളി അവിടെ ഉണ്ടാവുന്ന ക്ലൈമറ്റിലുണ്ടാവുന്ന ചേഞ്ച്, മരം കോച്ചു നിന്ന് തണുപ്പ്, എപ്പോൾ വേണമെങ്കിലും മാറി മറിയാവുന്ന അന്തരീക്ഷം എല്ലാം നമുക്ക് വലിയ വെല്ലുവിളികളാണ്. നമ്മൾ കാർഗിൽ യുദ്ധത്തിനെ കുറിച്ച് നമ്മൾ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂട്യൂബ് വീഡിയോയിലൊക്കെ ഒരുപാട് ആൾക്കാർ അതിനെ വെച്ച് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ഡിഫിക്കൽട്ടിയുള്ള സ്ഥലങ്ങളാണ് കാശ്മീരിൽ ഉൾപ്പെട്ടിയ സ്ഥലം നമുക്കിപ്പോൾ അതിൽ കൂടെ മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ ഏറ്റവും അപകടം പിടിച്ച സ്ഥലങ്ങളിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അവിടെ ഒരു രൂക്ഷമായിട്ടുള്ള ഗൺ ഫയറിങ്
രൂക്ഷമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഇവരെ 3 പേരെയും ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇനി ഫോറൻസിക് വർക്കുകളൊക്കെ നടക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് ആരൊക്കെയാണെന്നുള്ള ഐഡന്റിറ്റി ഒക്കെ അങ്ങനെയാണ് നമുക്ക് കൂടുതൽ റിവീൽ ആവുള്ളൂ. ആർമി ഉദ്യോഗസ്ഥർ പറയുന്നത് വീണ്ടും ഒരു അറ്റാക്കിനുള്ള ശ്രമം, ഒരു പ്ലാനിങ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് ഒരുപാട് ആയുധങ്ങൾ, സാറ്റലൈറ്റ് ഫോൺ, ബാൻഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ഫോൺ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ സ്ഥലത്ത് നിന്ന് പിടിച്ചെടുക്കുകയുണ്ടായിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയും വരും ദിവസം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷകളുമാണ് അന്നത്തെ അറ്റാക്കിൽ, തീവ്രവാദി അറ്റാക്കിൽ പൊലിഞ്ഞത്. അപ്പോൾ അതിനെല്ലാം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സിംഹക്കുട്ടികളായിട്ടുള്ള ആർമി അല്ലെങ്കിൽ സെക്യൂർഡ് ഫോഴ്സസ്, ഇത് 3 ഞാൻ ഒന്നുകൂടെ പറയാണ്, ഇന്ത്യൻ ആർമി, JNK പോലീസ് ആൻഡ് CRPF, ഇവർ 3 പേരും കൂടെ സംയുക്തമായിട്ട് നടത്തിയ, ഏറ്റവും ആത്മാർത്ഥതയോടെ നടത്തിയ ഈ ഒരു ആക്രമണത്തിൽ, ഈ ഒരു മിഷനിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ നമുക്കറിയാൻ പറ്റില്ല. ഒരു യുദ്ധം നടക്കുമ്പോൾ നമ്മളിതിൻ്റെ ഏറ്റവും പുറത്തെ ന്യൂസസ് ആണ് കേൾക്കുന്നത്. അകത്ത് എന്ത് സംഭവിച്ചു ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ സൈന്യത്തിന് സംഭവിച്ചിരിക്കുന്ന കേടുപാടുകൾ ശാരീരികമായിട്ടും അതേപോലെ തന്നെ മറ്റ് നയതന്ത്രപരമായിട്ടൊക്കെ പലതരത്തിലുള്ള ലോസസ് ഉണ്ടായേക്കാം. അങ്ങനെ യാതൊരു തരത്തിലുള്ള നഷ്ടങ്ങളും ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും പറയുകയാണ്, ഈ നിമിഷം നമുക്ക് നമ്മുടെ ഹൃദയവും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ അനുഗ്രഹങ്ങളും എല്ലാം ജാതിബന്ധ ഭേദമെന്നെ എല്ലാ ഇസങ്ങൾക്കും മാറ്റിവെച്ച് കുറച്ചു നേരം നമ്മുടെ രാഷ്ട്രത്തോടൊപ്പം വീണ്ടും, നമ്മുടെ സൈനികർക്കൊപ്പം വീണ്ടും നമുക്ക് അണിചേരാം. ഭാരതത്തിൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തവരുടെ മാറ് പിളർന്നുകൊണ്ട് വീണ്ടും സൂര്യ തേജസ്സോടെ ഈ സൈനികരുടെ ഇച്ഛാശക്തിക്കും അതേപോലെ അർപ്പണ മനോഭാവത്തിലൂടെയും വീണ്ടും ഭാരതത്തിൻ്റെ മഹിമകൾ വീണ്ടും സഹസ്രകോടിയായിട്ട് ഉയർന്നിരിക്കുകയാണ്. നമുക്ക് വീണ്ടും അവരുടെ അർപ്പണത്തിന്, പ്രതിബദ്ധതയ്ക്ക് മുൻപിൽ വീണ്ടും നമുക്ക് ഒരു സല്യൂട്ട്, സലാം പറയാം. ജയ് ഹിന്ദ്, ജയ് ഗുരുദേവ്.